ജാമ്യത്തിലിറങ്ങി 14 വർഷമായി ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതി പത്തനംതിട്ടയിൽ പോലീസിന്റെ പിടിയിലായി. ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തിയാടിക്കൽ സ്വദേശി രാജീവാണ് പിടിയിലായത്. കണ്ണൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്കുള്ള യാത്രാമധ്യേയാണ് രാജീവിനെ പോലീസ് പിടികൂടിയത്. നവംബർ 1 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യ സിന്ധുവിനെ പ്രതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. ഗുരുതര പൊള്ളലേറ്റ സിന്ധു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചു. നവംബർ 3 രാജീവ് പോലീസ് പിടിയിലായി. ജാമ്യത്തിലിറങ്ങിയ പ്രതി മുങ്ങി. നാടുവിട്ട രാജീവ് പല സ്ഥലങ്ങളിൽ ഹോട്ടലുകളിലും ക്യാന്റീനുകളിലും ജോലി ചെയ്ത് ഒളിവിൽ താമസിച്ചു. രാജേഷ് എന്ന പേര് മാറ്റിയായിരുന്നു താമസം. രാജേഷ് കൊട്ടാരക്കര എന്ന പേരിൽ ഫേസ്ബുക്ക് ID സൃഷ്ടിച്ച സമൂഹ മാധ്യമങ്ങളിലും സജീവമായി. ഇടയ്ക്കിയാൾ ബംഗളൂരുവിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി കടന്നുകളഞ്ഞു. തുടർന്ന് കണ്ണൂരിൽ ഹോട്ടലിൽ ജോലിക്ക് കയറി. പ്രതിയുടെ നീക്കങ്ങൾ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു. കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് പ്രതി വരുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. കോയിപ്രം സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവല്ല KSRTC സ്റ്റാൻഡിൽ പ്രതിക്കായി കാത്തുനിന്നു. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടാനായത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.